നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഡാലിയ. പ്രധാന വാർത്തകൾ. സ്വർണ്ണ വ്യാപാരിയെ കൊള്ളയടിച്ച സംഭവം ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ബേവൂരിൽ ലളിത് റിസോർട്ട് സമരം, മുൻ MLA P. രാഘവൻ സത്യാഗ്രഹ സമരത്തിലേക്ക്. വീട്ടുജോലിക്ക് നിർത്തിയ പെൺകുട്ടിയുടെ തല മൊട്ടയടിച്ച സംഭവം, പ്രതി പിടിയിൽ. അധികൃതരുടെ അവഗണന, പുലിക്കുന്ന് പാർക്ക് നശിച്ച് ഇല്ലാതാവുന്നു. കാസർഗോഡ് മാരത്തോൺ ഒരുക്കങ്ങൾ പൂർത്തിയായി. മത്സരം സൗഹാർദ്ദത്തിന്റെ ചുവടുവെപ്പായി മാറും. കരാട്ടയിൽ രാജ്യാന്തര പുരസ്കാരം, നാടിന്റെ മനം കവർന്ന് തനിഷ്ക്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. പൈവെളികയിലെ അബ്ദുൽ അസീസാണ് അറസ്റ്റിലായത്. ഇനി ഈ കേസിൽ 6 പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. അസീസ് ഉൾപ്പെടെ 3 പേരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 10 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സീതാങ്കോളിക്ക് സമീപം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് 10 കിലോ കഞ്ചാവുമായി 3 അംഗ സംഘത്തെ പിടികൂടിയത്. ഈ കേസിൽ ജയിലിലായിരുന്ന അസീസ് അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. സ്വർണ്ണ വ്യാപാരിയായ തൃശൂർ ചെമ്പുകാവ് സ്വദേശി ടോണിയെ ആക്രമിച്ച് 1.5 കിലോയോളം വരുന്ന സ്വർണവും 4.5 ലക്ഷത്തിലധികം രൂപയും കവർന്ന കേസിൽ അസീസ് കഴിഞ്ഞ ദിവസം കീഴടങ്ങുകയായിരുന്നു. അസീസിനെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. ടോണിയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്ന കേസിൽ പൈവെളികയിലെ ഗുജ്രി ഹമീദ്, വിട്ലയിലെ P. മൻസൂർ, അബ്ദുൾ റാസിഖ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ബേവൂരി ലളിത് റിസോർട്ട് സമരം മാർച്ച് 4 മുതൽ രാപ്പകൽ സത്യാഗ്രഹം നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ MLA P. രാഘവന്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുക. റിസോർട്ടിലെ തൊഴിലാളികൾക്ക് നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം. 36 ദിവസമായി തൊഴിലാളികൾ കരാർ ലംഘനത്തിനെതിരെ സമരത്തിലാണ്. ഹോട്ടൽ തൊഴിലാളികളുടെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന ഒറ്റ കാരണത്താൽ 2 തൊഴിലാളികളെ പിരിച്ചുവിട്ടിരുന്നതാണ് സമരത്തിനാധാരമായ കാര്യം. ജില്ലാ കളക്ടറും ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യൂണിയൻ അംഗീകരിക്കാൻ തയ്യാറായി. എന്നാൽ മാനേജ്മെന്റ് ഈ നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു എന്നും നേതാക്കൾ പറഞ്ഞു. ഈ 36 ദിവസം സമരം നടത്തിയിട്ടും ഒരു പ്രതികരണത്തിൽ അവർ തയ്യാറായില്ല. ഗവൺമെന്റ് സംവിധാനത്തെ നിയമത്തെ അംഗീകരിക്കില്ല. അപ്പോൾ പരസ്യമായി നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിത്തത്തിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം. ജനാധിപത്യ അവകാശം സംരക്ഷിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് സമരം കൂടുതൽ ശക്തമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നാളെ രാവിലെ മുതൽ CITന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലയിലെ തലമുതിർന്ന ട്രേഡ് നേതാവും ആയിട്ടുള്ള P. രാഘവൻ MLA രാവിലെ 10 മണി മുതൽ സ്ഥാപനത്തിന് മുമ്പിൽ അനിശ്ചിതകാലത്തേക്ക് രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. മാനേജ്മെന്റിന്റെ ധിക്കാരപരമായ നിലപാടുകൾക്കെതിരായാണ് അനിശ്ചിതകാല രാപ്പകൽ സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സമര സായാഹ്ന സമിതി ചെയർമാൻ T. നാരായണൻ, P. മണിമോഹനൻ, CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, T. K. രാജൻ എന്നിവർ പങ്കെടുത്തു. വീട്ടുജോലിക്ക് നിർത്തിയ പെൺകുട്ടിയുടെ തല മൊട്ടയടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കുമ്പള ആരിക്കാടി കോട്ട റോഡിലെ MSM മുഹമ്മദാണ് അറസ്റ്റിലായത്. കുമ്പള അഡീഷണൽ SI ഷെയ്ഖ് അബ്ദുൾ റസാഖാണ് ആരിക്കാടി കോട്ട റോഡിലെ വീട്ടിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പെരിയയ്ക്ക് സമീപത്തെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെയാണ് മാതാവ് ഇയാളുടെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത്. പെൺകുട്ടിയെ കഴിഞ്ഞ ആഴ്ച രാത്രിയാണ് പ്രദേശവാസികളും യാത്രക്കാരും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതായി കണ്ടത്. അവർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചത് പ്രകാരം അവരാണ് കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്തത്. കുട്ടിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. വീട്ടുവേല ചെയ്തിരുന്ന മുഹമ്മദിന്റെ വീട്ടിൽ നിന്നും കുട്ടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളുടെ വീട്ടിലെ മുഴുവൻ ജോലിയും കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുക കൂടി ആയപ്പോൾ സഹിക്കവയ്യാതെയാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. ജില്ലയിൽ ബാലവേല വ്യാപകമായി നടക്കുന്നു എന്ന വാർത്ത പുറത്തുവന്ന് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവം നടന്നത് എന്നത് ഏറെ ദുരൂഹത പടർത്തുന്ന ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികളെ കൊണ്ട് കൂലിവേല ചെയ്യിക്കുന്നതിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്നവർ ഇത്തരം സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുലിക്കുന്നിലെ പാർക്ക് അധികാരികളുടെ അവഗണന മൂലം നാശോന്മുഖമാകുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തികൾ നടത്തിയ പാർക്ക് ഇന്ന് തീർത്തും അനാഥാവസ്ഥയിലാണ്. കാസർഗോഡ് നഗരസഭ ആസ്ഥാനത്തിന് തൊട്ടരികിലായി സ്ഥിതി ചെയ്യുന്ന പുലിക്കുന്ന് പാർക്കിന്റെ അവസ്ഥ ഒന്ന് കാണുക. ഒഴിവു സമയങ്ങളിൽ കുടുംബസമേതം ചെലവഴിക്കാൻ അനുയോജ്യമായ പാർക്കിനോടാണ് ഈ അവഗണന. നിസ്സാര തുക ചെലവഴിച്ചാൽ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്.
വിരുദ്ധരുടെ താവളം കൂടിയായി മാറുന്നു ഈ പാർക്ക്. പാർക്കിന്റെ പരിസരത്തായി മദ്യക്കുപ്പികളും ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങളും കാണാം. നേരത്തെ വൻതുക ചെലവഴിച്ച് മോടി പിടിപ്പിച്ച പാർക്കിൽ തുടർ പ്രവർത്തികൾ നിർത്തിവെച്ചതും നാഥനില്ലാത്ത അവസ്ഥയിൽ ഉപേക്ഷിച്ചതും കേന്ദ്രം ഉപയോഗപ്രദമല്ലാതായി മാറി. 2 വർഷമായി ഈ പാർക്കൊന്നും നന്നാക്കാത്ത. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു. പിന്നെ ഈ സാമൂഹിക ദ്രോഹികൾ, പിന്നെ മദ്യശാലകൾ, ഗൗഡന്മാർ അവരെല്ലാം കുടിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. വൃത്തിയില്ല, ഇതിന് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം നന്നാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ നന്നാക്കിയിട്ടില്ല. പാർക്കിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ്, ടൗൺ ഹാൾ, ലൈബ്രറി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് ആശ്വാസം കൂടിയാണ് ഈ പാർക്ക്. മനോഹരമായ ഇരിപ്പിടങ്ങളും കുളിർമയേകുന്ന തണൽ മരങ്ങളാലും സമൃദ്ധമായ പാർക്ക് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ജനോപകാരപ്രദമാക്കി മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. ക്യാമറമാൻ മോഹിത്തിനോടൊപ്പം റൈഫ ഇ ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗുഡ് മോർണിംഗ് കാസർഗോഡ് സംഘടിപ്പിക്കുന്ന കാസർഗോഡ് മാരത്തോൺ മാർച്ച് 6-ന് നടക്കും. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വ്യായാമം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഗുഡ് മോർണിംഗ് കാസർഗോഡ് സംഘടിപ്പിക്കുന്ന കാസർഗോഡ് മാരത്തോൺ മാർച്ച് 6-ന് നടക്കും. രാവിലെ 6:30-ന് താളിപ്പടുപ്പ് ഗ്രൗണ്ടിൽ നിന്ന് വിദ്യാനഗറിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് 5 കിലോമീറ്റർ ദൂരത്തിലാണ് മാരത്തോൺ. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എസ് ശ്രീനിവാസ ഫ്ളാഗ് ഓഫ് ചെയ്യും. ആരോഗ്യവും സൗഹൃദവും എന്ന സന്ദേശവുമായുള്ള മാരത്തോണിൽ ജനമൈത്രി പോലീസും സഹകരിക്കുന്നു. പുരുഷ വനിതകൾക്കായി മത്സര വിഭാഗമുണ്ട്. 1, 2, 3 സ്ഥാനങ്ങൾക്ക് 5000, 3000, 2000 രൂപയും ട്രോഫിയും മെഡലും സമ്മാനിക്കും. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ പി കരുണാകരൻ MP, MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, E ചന്ദ്രശേഖരൻ, ഉദുമ MLA K കുഞ്ഞിരാമൻ, തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം, വൈസ് ചെയർമാൻ LA മഹമ്മൂദ് തുടങ്ങിയവർ പങ്കെടുക്കും. ഗുഡ് മോർണിംഗ് കാസർഗോഡ് എന്ന പേരിൽ ഒരു മാരത്തോൺ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ വരുന്ന മാർച്ച് മാസം 6-ാം തീയതി രാവിലെ 6:30-ന് താളിപ്പടുപ്പ് നിന്ന് സ്റ്റേഡിയം വരെ 5.100 കിലോമീറ്ററുള്ള ഒരു മാരത്തോൺ സംഘടിപ്പിക്കുകയാണ്. ഇതിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് SP അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ജനമൈത്രി പോലീസിൻ്റെ സഹകരണം കൂടി നിങ്ങൾ വാങ്ങണമെന്നും അവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് മാരത്തോൺ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഹാരിസ് ചൂരി, കൺവീനർ ബാലൻ ചെന്നിക്കര, പവിത്രൻ മാസ്റ്റർ, M ശിവൻ, മുഹമ്മദ് ഹാഷിം, ഫസൽ മദീന തുടങ്ങിയവർ പങ്കെടുത്തു. കരാട്ടയിൽ രാജ്യാന്തര പുരസ്കാരം നേടി തനിഷ്ക് എന്ന 11-കാരൻ നാടിന് അഭിമാനമായി. മഞ്ചേശ്വരം തുമിനാട്ടിലെ ഈ കൊച്ചുമിടുക്കന് ശ്രീലങ്കയിൽ നടന്ന കരാട്ടെ മത്സരത്തിലാണ് 2ാം സ്ഥാനം നേടാനായത്. രാജ്യാന്തര കരാട്ടെ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ തനിഷ്ക് മഞ്ചേശ്വരം തുമിനാട്ടിലെ സുരേഷ് കുമാർ കവിത ദമ്പതികളുടെ മകനാണ്. ചെറുപ്പകാലം മുതൽക്കേ കരാട്ടയോട് അടങ്ങാത്ത താല്പര്യമാണ് തനിഷ്ക് എന്ന 11-കാരന്. അതുതന്നെയാണ് ഈ വിദ്യാർത്ഥിയെ ലോകപ്രശസ്തനാക്കിയതും. തലപ്പാടിക്ക് സമീപമുള്ള ഭഗവതി വിദ്യാലയത്തിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തനിഷ്ക്. കരാട്ടയിൽ മികച്ച പരിശീലനം നൽകിയത് MC അശോക് എന്ന അധ്യാപകനാണ്. ഫെബ്രുവരി 27, 28 തീയതികളിൽ ശ്രീലങ്കയിലെ കാൻഡിയിൽ നടന്ന രാജ്യാന്തര ജൂനിയർ കരാട്ടെ മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതാണ് തനിഷ്ക്. 20-ൽ പരം കുട്ടികൾ മാറ്റുരച്ച ഈ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയത് ഈ കൊച്ചുമിടുക്കനാണ്. 2013, 14, 16 വർഷങ്ങളിൽ സംസ്ഥാന ദേശീയ കരാട്ടെ മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഈ കുരുന്ന് പ്രതിഭ. എൻ്റെ മോൻ ഇപ്പോൾ കരാട്ടയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അവൻ നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ നാഷണൽ ലെവലിൽ ജയിച്ച് ഫസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും സന്തോഷമുണ്ട്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ലെവലിൽ പോയി. അപ്പോൾ അതിലും 2ാമത്തെ സ്ഥാനം എടുത്തു. അങ്ങനെ സന്തോഷമായി. പിന്നെ ഇനി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ പഠിച്ചിട്ട് നല്ലൊരു സ്ഥാനത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ആശംസ. തനിഷ്കിനെ ഗ്രാമവാസികൾ അനുമോദിച്ചു.
താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് തനിഷ്കിനെ നാട്ടുകാർ സ്വീകരിച്ചത്. അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കടി, KCN മഞ്ചേശ്വരം ബ്യൂറോ ചീഫ് റഹ്മാനുദ്യാവാര, ഹാരിസ് മച്ചമ്പാടി തുടങ്ങിയവർ പങ്കെടുത്തു. CM ഉസ്താദ് കേസ് ഡയറി പരിപാടി മാർച്ച് 7 തിങ്കളാഴ്ച ചെറുക്കളയിൽ നടക്കും. SKSSF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ പണ്ഡിതനും സമസ്ത വൈസ് പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ കാസിയുമായിരുന്ന CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകം നടന്നിട്ട് 6 വർഷം പൂർത്തിയായ സാഹചര്യത്തിൽ SKSSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാസി CM ഉസ്താദ് കേസ് ഡയറി മാർച്ച് 7 രാവിലെ 10 മണിക്ക് ചെർക്കള ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസയിൽ നടക്കും. CBIയുടെ റിപ്പോർട്ട് എറണാകുളം CJM കോടതി തള്ളിയ സാഹചര്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിലൂടെ CBI എന്ന ഉന്നത ഏജൻസിയോടുള്ള നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കുന്ന രീതിയിലായിരിക്കണം പുതിയ ഏജൻസിയുടെ അന്വേഷണമെന്നും പുതിയ ഏജൻസിയിൽ ആത്മവിശ്വാസമുണ്ടെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SKSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ വരുന്ന 7-ാം തീയതി മാർച്ച് 7-ാം തീയതി രാവിലെ 10 മണിക്ക് ചെർക്കള ഖുവ്വത്തുൽ ഇസ്ലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സമസ്ത കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മുഷാവറ മെമ്പർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു അനുസ്മരണവും അതോടൊപ്പം തന്നെ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സമരങ്ങളാണ് എന്തൊക്കെ നിലപാടുകളാണ് സംഘടന ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന പരിപാടി നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം ഫൈസി ജഡിയാർ, താജുദ്ദീൻ ദാരിമി പടന്ന, ഹാരിസ് ദാരിമി ബദിര, സുഹൈർ അസഹരി പള്ളങ്കോട്, അബൂബക്കർ സ്വലൂദ് നിസാമി, മൊയ്തു ചെർക്കള തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കരിപ്പൂരിൽ 32 പവൻ സ്വർണവും ഡയമണ്ട് നെക്ലേസും കവർന്നതായി പരാതി. ഇളമ്പിച്ചി മണക്കാട്ടെ TV സുധികുമാരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ചന്തേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. 12 ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളയടിച്ചത്. 12 ലക്ഷത്തിലേറെ രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കൊള്ളയടിച്ചത്. ഇളമ്പച്ചി മണക്കാട്ടെ TV സുധികുമാരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട് കുത്തി തുറന്ന് 32 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതായാണ് പരാതി. തൊട്ടടുത്തുള്ള മകളുടെ വീട്ടിൽ താമസത്തിന് പോയ സമയത്താണ് കവർച്ച നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. പ്രധാന വാതിൽ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ കിടപ്പുമുറിയിലേക്കുള്ള 2 വാതിലുകളും തകർത്ത് അലമാരയിൽ നിന്നാണ് സ്വർണം കവർച്ച ചെയ്തത്. ജില്ലാ പോലീസ് മേധാവി ശ്രീനിവാസ്, DYSP സുനിൽ ബാബു തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. മുടങ്ങിക്കിടക്കുന്ന സ്റ്റൈപ്പൻഡ് വിതരണം ചെയ്യണമെന്ന ആവശ്യം. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മുടങ്ങിക്കിടക്കുന്ന സ്റ്റൈപ്പൻഡ് ഉടൻ വിതരണം ചെയ്യുക, സ്ഥിര അധ്യാപകരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. ഞങ്ങൾ ഈ ധർണ നടത്തേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സാധാരണയായി കിട്ടിക്കൊണ്ടിരുന്ന 3.5 വർഷത്തെ കാലയളവിൽ ഞങ്ങൾക്ക് സാധാരണ 700 രൂപ 3 വർഷവും 600 രൂപ 6 മാസ കാലയളവിൽ 2000 രൂപ എന്ന നിലയിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള കാലയളവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ സ്റ്റൈപ്പൻഡ് പുനഃസ്ഥാപിക്കുന്നതിനോ ആ സ്റ്റൈപ്പൻഡ് നമുക്ക് നേടിത്തരുന്നതിനോ ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായ ഒരു വീഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ KGSN എന്ന അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയും സമരത്തിനും ആഹ്വാനം ചെയ്തത്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നാസറുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. KGSNA ജില്ലാ പ്രസിഡന്റ് രാഹുൽ PR അധ്യക്ഷനായി. ജോളി ജോസഫ്, രാജു VR, ബിന്ദുമോൾ KV, ബേബി സുധീഷ്, മിഥുൻ, കാവ്യ KP തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജനങ്ങളും സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ സൈനിക യൂണിഫോമുകളോ സൈനിക മാതൃകയിലുള്ള വസ്ത്രങ്ങളോ ധരിക്കരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പത്താൻകോട്ട് വ്യോമസേനാ കേന്ദ്രത്തിലുണ്ടായ തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. അനധികൃതമായി സൈനിക യൂണിഫോം വിൽക്കുന്നതും ധരിക്കുന്നതും കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. സംഘപരിവാർ വധഭീഷണി നേരിടുന്ന കന്നഡ സാഹിത്യകാരൻ ഡോക്ടർ KS ഭഗവാൻ മാർച്ച് 9 കാസർഗോട്ട് പ്രഭാഷണം നടത്തും. മാർച്ച് 9 ഉച്ചയ്ക്ക് 3:30 മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടി. നുള്ളിപ്പാടി EMS സ്മാരക ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന സ്നേഹസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് KS ഭഗവാൻ കാസർഗോട്ടെത്തുന്നത്. SSLC പരീക്ഷ അരികിലെത്തിയതോടെ വിദ്യാലയങ്ങളുടെയും സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നുവന്ന സായാഹ്ന പരിശീലനങ്ങൾ പൂർത്തിയായി.
ഭയഭേദമില്ലാതെ പരീക്ഷയെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു പരിശീലനത്തിന്റെ ലക്ഷ്യം. നെല്ലിക്കാൽ പ്രാദേശിക കമ്മിറ്റി, നെല്ലിക്കാൽ വിദ്യാഭ്യാസ വികസന സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പരിശീലന സമാപനവും അനുമോദനവും കൗൺസിലിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. കലോത്സവ വിജയികളെയാണ് അനുമോദിച്ചത്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അവരുടെ തൊഴിലിടങ്ങളിലായാലും ശരി, ഓഫീസുകളൊക്കെ പോയി അല്ലെങ്കിൽ വീട്ടിലെ കുടുംബകാര്യത്തിലൊക്കെ ചർച്ച മക്കളുടെ പഠനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നൊരു പ്രധാന ഘടകം പാവപ്പെട്ട മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിനകത്ത് ഉയരാൻ വേണ്ടി സഹായിക്കുന്നതിലേക്ക് നമ്മുടെ നാട്ടിനകത്തെ വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. അത് പരക്കെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവസരം കിട്ടിയവർക്ക് ഉയർന്ന സാമൂഹ്യ സാമ്പത്തിക തലത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്ന് കേരളത്തിന്റെ വർത്തമാന കാലത്തിനകത്ത് ഉണ്ട്. കെ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. പത്തിൽ സുരേശൻ, ആശാലത, സുരേന്ദ്രൻ കാടങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് കൂട്ടക്കനി കൗൺസിലിംഗ് ക്ലാസ് എടുത്തു. കർഷക കോൺഗ്രസ് അവിഭക്ത കണ്ണൂർ ജില്ലാ പ്രസിഡന്റും കാസർഗോഡ് DCC ട്രഷററുമായിരുന്ന ORI V കുഞ്ഞമ്പാടി മാസ്റ്ററുടെ 4ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ORI ഇന്ദിരാജി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഈ ജില്ലക്കകത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാർക്ക് ഒരു വണ്ടിയുള്ള ഏക അപൂർവം ചില നേതാക്കളുടെ ഒരാളായിരുന്നു പ്രിയപ്പെട്ട ശ്രീ എമ്പാടി മാസ്റ്റർ. അദ്ദേഹം അന്ന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ട്രഷറർ ആയ സമയത്ത് കണ്ണൂർ ജില്ലക്കകത്തും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലക്കകത്തും എല്ലാ സ്ഥലങ്ങളിലും CPMന്റെ കേന്ദ്രങ്ങളിലേക്ക് പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ശക്തമായ രൂപത്തിൽ കോൺഗ്രസ് പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകന്മാരെയും ഒറ്റക്കെട്ടായി ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ KP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് KN വാസുദേവൻ നായർ, K കുഞ്ഞമ്പു, KP പ്രസാദ്, C ശശി, EV രാജൻ, OK രാജീവൻ, K സുലൈമാൻ, P ഗോപാലൻ, PC നാസർ എന്നിവർ സംസാരിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു. മടിക്കൈ സേവന സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ കർമ്മ പരിപാടികൾക്ക് തുടക്കമായി. ഇതോടനുബന്ധിച്ച് നേരറിയാതെ എന്ന ചിത്രത്തിന്റെ പ്രദർശനവും സംഘടിപ്പിച്ചു. കരളുരുകുന്ന വേദനകൾക്കിടയിലും ഷീജി വരയുടെ ലോകത്താണ്. പൊള്ളക്കടയിലെ വലിയ വീട്ടിൽ കൃഷ്ണന്റെയും നാരായണിയുടെയും മകനാണ് ഷീജി. പെരിയയിലെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ഷീജിക്ക് പൊടുന്നനെയായിരുന്നു കരളിന് രോഗം ബാധിച്ചത്. തൊഴിൽ ചെയ്യാനാവാതെ മറ്റു വരുമാന മാർഗങ്ങളും അടഞ്ഞതോടെ ജീവനോപാധിയും നിലച്ചു. കരളിനെ ബാധിച്ച അസുഖവുമായി ദീർഘകാലം മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. രോഗം ഭേദമായെങ്കിലും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനായില്ല. രോഗങ്ങൾ സമ്മാനിച്ച വേദനകൾ മറക്കാനാണ് ഷീജി ചിത്രം വരച്ചു തുടങ്ങിയത്. പൊള്ളക്കട വലിയ വീട് തറവാട്ടിലെ താമസക്കാരനായിരുന്ന ഷീജി കണ്ടനാർ കേളം തെയ്യത്തെ വരച്ചുകൊണ്ടായിരുന്നു തുടക്കം. പെൻസിൽ ഡ്രോയിങ്ങിൽ വരച്ചു തുടങ്ങിയ ശേഷം കളർ നൽകുകയാണ് പതിവ്. അത്യുത്തര കേരളത്തിലെ ഭൂരിഭാഗം തെയ്യങ്ങളും ഷീജിയുടെ വരയുടെ ഭാഗമായി കഴിഞ്ഞു. ചിത്രകലയിൽ അക്കാദമിക് പഠനം ഒന്നും ലഭിച്ചില്ലെങ്കിലും ആരുടെയും മനം കവരുന്ന ചിത്രങ്ങളാണ് ഷീജിയുടെ വരയിൽ തെളിയുന്നത്. വിശ്രമ ജീവിതത്തിലെ ഏകാന്തതയെ തോൽപ്പിക്കാൻ വരച്ചു തുടങ്ങിയ ഷീജി ഇപ്പോൾ ചിത്രരചന ഗൗരവമായി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. AKG ഭഗത് സിംഗ്, നായനാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ദൈവങ്ങളുടെ ചിത്രങ്ങളുമെല്ലാം വരയുടെ ഭാഗമായി കഴിഞ്ഞു. രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതോടൊപ്പം വരയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതിനാൽ ഇനിയും മികച്ച ചിത്രങ്ങൾ വരച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. ചിത്രരചനയുടെ വലിയ സങ്കേതങ്ങളൊന്നുമില്ലെങ്കിലും മിഴിവാർന്ന ചിത്രങ്ങൾ ഒരുക്കുന്ന ഷീജിക്ക് തൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസമാണുള്ളത്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. സഹായം അഭ്യർത്ഥിച്ചയാളെ പോലീസ് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ച് സംഘർഷം. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം. സാരമായി പരിക്കേറ്റ പുഞ്ചാവിക്കടപ്പുറം സ്വദേശിയെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശനായി കണ്ട പുഞ്ചാവിക്കടപ്പുറം സ്വദേശി സുരേഷിനെ ASI തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു എന്നാരോപിച്ചാണ് വലിയൊരു കൂട്ടം ജനങ്ങൾ പോലീസിനു നേരെ നീങ്ങിയത്. ASI പിടിച്ചു തള്ളുമ്പോൾ പോലീസ് വാഹനത്തിൽ ചെന്ന് തലയിടിച്ചു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നില ഗുരുതരമായി തുടരുന്നതിനാൽ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് ഹൊസ്ദുർഗ് CI U പ്രേമനും SI K ബിജുലാലും സ്ഥലത്തെത്തിയെങ്കിലും
കടപ്പുറത്തു നിന്നെത്തിയ ജനക്കൂട്ടം ASIയെ കാണാതെ മടങ്ങില്ലെന്ന് വാശി പിടിച്ചു. ഇവർ ബസ് സ്റ്റാൻഡിന് സമീപം വാഹനം തടയാൻ ശ്രമിച്ചതും നേരിയ സംഘർഷത്തിന് കാരണമായി. മണിക്കൂറുകളോളം കാഞ്ഞങ്ങാട് നഗരം സംഘർഷഭരിതമായി. പോലീസുമായുള്ള തർക്കം പരിഹരിക്കാൻ നടത്തിയ ശ്രമവും വിജയിക്കാതെ വന്നു. ഇതിനിടെ ഡിവൈഎസ്പി സുനിൽ ബാബുവും സ്ഥലത്തെത്തി. ഇദ്ദേഹം അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടം വഴങ്ങിയില്ല. ഒടുവിൽ കൂടുതൽ പോലീസ് എത്തി ASIയെ അജാനൂർ സ്റ്റേഷനിലേക്ക് മാറ്റി. പിന്നീട് അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വർണ്ണ വ്യാപാരിയെ കൊള്ളയടിച്ച സംഭവം ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ബേവൂരിൽ ലളിത് റിസോർട്ട് സമരം മുൻ MLA P. രാഘവൻ സത്യാഗ്രഹ സമരത്തിലേക്ക്. വീട്ടുജോലിക്ക് നിർത്തിയ പെൺകുട്ടിയുടെ തല മൊട്ടയടിച്ച സംഭവം പ്രതി പിടിയിൽ. അധികൃതരുടെ അവഗണന, പുലിക്കുന്ന് പാർക്ക് നശിച്ച് ഇല്ലാതാവുന്നു. കാസർഗോഡ് മാരത്തോൺ ഒരുക്കങ്ങൾ പൂർത്തിയായി. മത്സരം സൗഹാർദ്ദത്തിന്റെ ചുവടുവെപ്പായി മാറും. കരാട്ടയിൽ രാജ്യാന്തര പുരസ്കാരം. നാടിന്റെ മനം കവർന്ന് തനിഷ്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.